എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ കായംകുളത്ത് മല്ലൻ ഇൻസ്റ്റാളിലാണ് പോയത്. വളരെ നല്ല വെജിറ്റേറിയൻ ആഹാരം കിട്ടുന്ന ഒരു കടയാണിത്. കായംകുളത്തെ വളരെ നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങൾ പോയി കാണാൻ പറ്റും. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന്റെ പേരുണ്ട്? എന്റെ പേര് ജനാർദ്ദന മല്ലൻ. വളരെ നല്ല ഒരു പേരാണ്. ഈ കട എത്ര വർഷമായി ചേട്ടാ തുടങ്ങി? 16 വർഷം കഴിഞ്ഞു. 16 വർഷം കഴിഞ്ഞു. വെജിറ്റേറിയൻ ആഹാരം മാത്രമാണ്. ഇവിടുത്തെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ആഹാരം? സ്പെഷ്യൽ ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്, അപ്പമുണ്ട്, കടലക്കറി, പിന്നെ രസവട. രസവട സ്പെഷ്യൽ ആണ്. കാരണം നമുക്ക് ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു എവിടെയും കിട്ടത്തില്ല തോന്നുന്നു അല്ലേ? അതെ. തിരുവനന്തപുരം ആ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒക്കെ നമുക്കറിയാം അടുത്തൊക്കെയാണ് കൂടുതലും ഈ രസവട കിട്ടുന്നത്. ഇവിടെ എല്ലാവർക്കും വന്ന് കഴിക്കാം. നല്ല ഒരു ആഹാരമാണ് ഇവിടെ വിളമ്പുന്നത്. രുചി വിളമ്പുന്ന നല്ലൊരു അതുകൊണ്ട് വെജിറ്റേറിയൻ അത് രണ്ട് ഐറ്റംസ് ഉണ്ട്. വെജിറ്റേറിയൻ ഐറ്റംസ് സീസൺ മാത്രം ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഞാനാണ് വെജിറ്റേറിയൻ അമ്പലത്തിൽ സിംഗറാണ്. അപ്പൊ വളരെ സന്തോഷം കടയിൽ വന്നത്. എനിക്ക് കൊങ്കിണി വിഭവം ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. പിന്നെ അതുപോലെ പപ്പടോ. എന്റെ പേര് കൊങ്ങണി ഭാഷയാണ്. ബീഫ് കേക്ക് എന്നാണ് ഇംഗ്ലീഷ്. കൊച്ചിയിലൊക്കെ അവൈലബിൾ ആണ് എപ്പോഴും. ഇവിടെ ഉള്ളതില്ല. ഇവിടെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അതുപോലെ വെൽവെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മലയാളികളുടെ തീയല് കൊങ്കിണിയില് എനിക്ക് തോന്നുന്നു. അതിന് തീയെന്ന് പറഞ്ഞാൽ നല്ല വിഭവം. ഇവിടെ ഉണ്ടോ? അല്ല, ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ കൂടെ ഇല്ലല്ലോ. ഗുരുചരണ കരത നമന ഹരി ഗുരു കൃപേക ആയിലോ ശരണ. ഗുരുചരണ കരത നമന ഹരി ഗുരു കൃപേക ആയിലോ ശരണ. ഹരി ഗുരു കൃപേക ആയിലോ ശരണ. ഹരി ഗുരു കൃപേക ആയിലോ ശരണ. ഗുരുചരണ കരത നമന വ്യാസ പ്രസന്ന ശ്രീ കാശി മഠാതു ശ്രീ സ്വാമി ദേവാദി സന്നിധാനാന്തു വ്യാവസന്തോത്സവ പർവകാലാന്തു. വ്യാവസന്തോത്സവ പർവകാലാന്തു ദേവാഗമോചുയാമനമതിരാതു. ഗുരുചരണ കരത നമന കരത നമന. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൊങ്കിണിയിലുള്ള പാട്ടാണ്. എല്ലാം റെഡിയാണ്. രസവടയും വന്നിട്ടുണ്ട്. കോഫി, നല്ല ചൂട് കോഫിയാണ്. നമുക്ക് ആദ്യം തന്നെ മസാല ദോശ ടേസ്റ്റ്. നല്ല മുരിഞ്ഞ മസാല ദോശ. സാമ്പാർ എൻ്റെ ഫേവറേറ്റ് ആണ്. സാമ്പാർ കൊടുക്കുന്നു. നല്ല സ്വാദുണ്ട് കേട്ടോ. ട്രഡീഷണൽ ഒരു ഫുഡിന്റെ ടേസ്റ്റ്. ട്രഡീഷണൽ ഒത്തിരി ഇടത്തുനിന്ന് മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ. ഇതുകൂടെ നോക്കാം. രസവടയാണ്. രസവട ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ദോശയും അടിപൊളി, രസവടയും അതിലും അടിപൊളി. ടോട്ടലി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ട്രഡീഷണൽ ആഹാരം. എല്ലാവരും വന്നത് കഴിക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ധാരാളം വെറൈറ്റി ആഹാരങ്ങൾ കിട്ടുന്നുണ്ട്. പ്യുവർ വെജിറ്റേറിയൻ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ്.
ഇവിടുത്തെ മായൊന്നുമില്ല, ട്രഡീഷണൽ ആഹാരമാണ്. ഈ മുഴുവൻ ഫുഡ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസവട അടിപൊളി, അതുപോലെ തന്നെ ഫുൾ ടോട്ടലി ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും വരിക, ഈ ഫുഡ് എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം വെജിറ്റേറിയനിൽ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും വന്ന് കഴിച്ചു നോക്കുക. താങ്ക് യു. എന്റെ സഹപാഠിയാണ് ഈ പ്രാധാന്യം. അന്ന് മുതലേ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. മല്ലൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ടൂറിസ്റ്റുകൾക്കും വലിയൊരു എല്ലാം തന്നെ നല്ല ഫുഡാണ്. ഇവിടെ രസപൊടി പിന്നെ ദോശ ഇതൊക്കെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്.